രണ്ട് സുധാകരന്മാരെ ചുറ്റിപ്പറ്റിയാണ് കേരള രാഷ്ട്രീയം ഏതാനും കുറച്ചു ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജി സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മറപിടിക്കാൻ എന്നോണം മാധ്യമങ്ങളെല്ലാം കെ സുധാകരന്റെ പുറകിലാണ്. കെ സുധാകരൻ നിന്നാലും ഇരുന്നാലും എന്തിന് മൂളിയാൽ പോലും വാർത്തയാണ്. എന്നാൽ അപ്പുറത്ത് ജി സുധാകരൻ ഉണ്ടാക്കുന്ന പുകിലുകൾ മനഃപൂർവ്വം മുക്കിക്കളയുന്നുമുണ്ട്. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിന് ശേഷമാണ് കെ സുധാകരൻ കോൺഗ്രസിൽ ചില പിണക്കങ്ങൾ കാണിച്ചു തുടങ്ങിയത്. എന്നാൽ ഇടഞ്ഞകൊമ്പനെ തോട്ടിക്കൊണ്ട് തളയ്ക്കുന്ന തന്ത്രം അറിയാവുന്ന രാഹുൽ ഗാന്ധിയും ഒപ്പം കെ.സി. വേണുഗോപാലും അതിനെ മെരുക്കേണ്ട രീതിയിൽ മെരുക്കിയിട്ടും മാധ്യമങ്ങൾ അതൊന്നും വാർത്തയാക്കുന്നില്ല. CPM-ന്റെ ഉൾപാർട്ടി പോരുകൾ പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് കോടികൾ ഒഴുക്കി സ്വാധീനിക്കുന്ന ഇടത് നേതൃത്വം പകരം കോൺഗ്രസിനുള്ളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ വലുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. കെ സുധാകരൻ എന്ന പടനായകന്റെ ഓരോ നീക്കത്തെയും വിവാദമാക്കുന്നതിലൂടെയും സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ മൂടിവെക്കാനാണ് പിണറായി വിജയനും സംഘവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗവഞ്ചകനെന്നും കുലം കുത്തിയെന്നും പാർട്ടിയുടെ അനിഷേധ്യ നേതാവിനെ പച്ചയ്ക്ക് വിളിച്ച് CPM താറടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കോൺഗ്രസിലേക്ക് തന്നെയാണ്. അവർ അവരുടെ ഒരു നേതാക്കളെയും അങ്ങനെ വിളിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ ഒറ്റയ്ക്ക് പോരാടി ജയിച്ചു വന്ന ആളാണ് ഈ കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ ഈ കുപ്രചാരണങ്ങൾക്കൊന്നും കോൺഗ്രസിന്റെ പോരാട്ട വീരത്തെ തളർത്താനാവുകയില്ല. കണ്ണൂരിൽ താൻ തന്നെ മത്സര രംഗത്തുണ്ടാകുമെന്ന സുധാകരന്റെ പ്രഖ്യാപനം അണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ ഞാൻ തന്നെ മത്സരിക്കും എന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് എതിരാളികളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനുള്ള തത്രപ്പാടിലാണ് CPM ഇപ്പോൾ ഉള്ളത്. പാർട്ടിക്കുള്ളിലെ ഏത് വലിയ തർക്കങ്ങളും പരിഹരിക്കാൻ കോൺഗ്രസിന് അതിൻ്റെതായ കരുത്തുറ്റ നേതൃത്വമുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ നിർണായകമാകുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തുന്ന രാഹുൽ ഗാന്ധി കെ സുധാകരനുമായിട്ട് നേരിട്ട് സംസാരിക്കും എന്നാണ് സൂചനകൾ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് മുന്നിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച പ്രസ്ഥാനത്തിന്റെ വിജയത്തിനായി സുധാകരൻ നിലകൊള്ളും എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലോടെ ഈ തർക്കങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെടുമെന്നും കൂടുതൽ കരുത്തോടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നും ഉറപ്പാണ്. അതിനിടയ്ക്കുള്ള പത്മജിയുടെ BJP-യിലേക്കുള്ള വിളിയെ കെ.സി. വേണുഗോപാൽ മറുപടി കൊടുത്ത് അടക്കി ഒതുക്കുന്നുമുണ്ട്. സുധാകരൻ BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തെ തമാശയോടെ തള്ളിയ വേണുഗോപാൽ പത്മജിയുടെ വിളിയെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. CPM നടത്തുന്ന മാധ്യമവേട്ടയും വ്യാജവാർത്താ നിർമ്മാണവും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിയും. സ്വന്തം പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് മറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന ഈ രീതി എന്നായാലും തിരിച്ചറിയും. ജി സുധാകരന്റെ വിഷയത്തിൽ മൗനം പാലിക്കുന്ന മാധ്യമങ്ങൾ കെ സുധാകരന്റെ വാക്കുകളെ വളച്ചൊടിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാവുകയാണ്. എത്രയൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നത് പച്ചയായ സത്യമാണ്. കണ്ണൂർ തിരിച്ചുപിടിക്കാൻ, കേരളം വീണ്ടെടുക്കാൻ കെ സുധാകരനും കോൺഗ്രസ് പടയും തയ്യാറായി കഴിഞ്ഞു. ഈ പോരാട്ട വീര്യത്തിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും. എന്തായാലും കോൺഗ്രസിന് ഒരു ജയം അതുണ്ടാകും. അതിന്റെ പേടിയാണ് CPM ഇപ്പോൾ നടത്തുന്നത്. CPM-ൽ തലമൂത്ത MA ബേബിയും പിണറായും ഒക്കെ വിചാരിച്ചിട്ട് ജി സുധാകരൻ അയഞ്ഞില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒറ്റക്കുള്ളിൽ ഇതെല്ലാം തീരുമെന്നും എല്ലാവർക്കും നന്നായി അറിയാം.